വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് സമ്പാദിക്കാൻ ശ്രമിച്ച കേസിൽ 4 പേരെയാണ് തിരുവനന്തപുരം തുമ്പ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തത്. കൊല്ലം സ്വദേശികളായ സഫറുള്ള ഖാൻ, ബദറുദ്ദീൻ, തിരുവനന്തപുരം സ്വദേശികളായ സുനിൽകുമാർ, എഡ്വേർഡ് എന്നിവരാണ് തുമ്പ പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന് പിന്നിൽ തുമ്പ സ്റ്റേഷനിലെ തന്നെ പോലീസുകാരന്റെ പങ്കും വ്യക്തമായത്. CPO അൻസിൽ അസീസിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. മണക്കാട് സ്വദേശിയായ കമലേഷാണ് പാസ്പോർട്ട് അപേക്ഷിക്കാൻ തുമ്പ സ്റ്റേഷൻ പരിധിയിലെ വ്യാജ മേൽവിലാസത്തിൽ തിരിച്ചറിയൽ രേഖകൾ കൃത്രിമമായി നിർമ്മിച്ചതെന്നും കണ്ടെത്തി. കമലേഷ് തയ്യാറാക്കുന്ന വ്യാജരേഖ ഉപയോഗിച്ച് പാസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ നൽകും. വെരിഫിക്കേഷനായി തുമ്പ പോലീസ് സ്റ്റേഷനിലെത്തുന്ന അപേക്ഷകൾ അൻസിൽ പാസാക്കി വിടുമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അൻസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് കമലേഷ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അൻസിൽ വെരിഫിക്കേഷൻ നടത്തിയ 13 ഫയലുകളിൽ അന്വേഷണം തുടരുകയാണ്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർക്കും തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേൽവിലാസത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയതായി സൂചനയുണ്ട്. കമലേഷിന്റെ മണക്കാട്ട വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ഇടനിലക്കാരനായി മറ്റൊരാൾ കൂടി ഉണ്ടെന്ന വിവരം പോലീസിനുണ്ട്. കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് തുമ്പ പോലീസ് വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ 4 പേരും സമർപ്പിച്ചത് വ്യാജ തിരിച്ചറിയൽ രേഖയാണെന്ന് വെരിഫിക്കേഷനിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തായത്. കേസിൽ പോലീസുകാരനായ അൻസുലിനെയും പ്രതി ചേർക്കും. ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് സമ്പാദിച്ച് വിദേശത്തേക്ക് ആരെങ്കിലും കടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.